ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനം, യൂണിറ്റ് 3 ജലവും മണ്ണും. ആദ്യം തന്നെ നമ്മുടെ പാഠഭാഗത്ത് ഒരു പാട്ടാണ് അല്ലേ, നമുക്കൊന്ന് പാടി നോക്കിയാലോ. കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി, പെട്ടെന്നയ്യാ ചെറുമഴ ചാറി, മാനമിരുണ്ടു വെള്ളിടി പാറി, കുട്ടനും കൂട്ടരും വീട്ടിലേക്കോടി. ചെറുമഴ പുതുമഴ കലപില മേളം, ആ മഴ പിന്നെ പെരുമഴയായി. പെരുമഴ മാറി കാർമുകിൽ നീങ്ങി, മണ്ണ് കുളിർത്തു പൂക്കൾ ചിരിച്ചു. കുട്ടൻ കൂട്ടാർക്കൊപ്പം കൂടി, ആർത്തു തിമിർത്തു തകതിമിതോം. മഴവെള്ളത്തിലും മഴച്ചാറിലും കളിക്കാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ സമ്മതിക്കാത്തത് കൊണ്ടാണ് അധികം കുട്ടികളും ഈ മഴയത്തൊന്നും കളിക്കാത്തത്. അതുപോലെ തന്നെ മഴയത്ത് തോണി വിടുക അല്ലേ. നമ്മുടെ വീട്ടിലെ മുറ്റത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതിലൊരു തോണി ഉണ്ടാക്കി തരികയാണെങ്കിൽ അത് വിട്ട് കളിക്കാം, അതിൽ ചാടി കളിക്കുക. അങ്ങനെ ഒരുപാട് കളികൾ കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് മാത്രമല്ല മഴ വന്നപ്പോൾ സന്തോഷം തോന്നുക അല്ലേ. അപ്പുറത്തെ ചിത്രം നോക്കിയേ. മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. മരം പറയുകയാണേ, ഞാനീ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല, നല്ല തണുപ്പ്. അവൾക്ക് കിട്ടിയത് തണുപ്പ്. മണ്ണ് നനഞ്ഞു കുതിർന്നു, എനിക്കിനി പുതുനാമ്പുകൾ വളർന്നു വരും. അടിയിൽ നിൽക്കുന്ന ചെടി പറയാണ്, എൻ്റെ മേലിനി തളിരുകളൊക്കെ നല്ല പോലെ ഉണ്ടാകും, മണ്ണ് നനഞ്ഞു കുതിർന്നു. അതുകൊണ്ട് നമ്മുടെ പാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? കുട്ടനും കൂട്ടരും ഇങ്ങനെ കളിക്കുകയായിരുന്നു അല്ലേ. പെട്ടെന്നൊരു മഴ ചാറി, മാനം ഇരുണ്ട് കറുത്തു. മഴ പെയ്യാൻ തുടങ്ങിയതോടൊപ്പം തന്നെ ആകാശമൊക്കെ ഇരുണ്ട് കറുത്തു. വെള്ളിടി വെട്ടി, വെള്ളിടി, പെട്ടെന്നൊരു ഇടി വെട്ടി. അത് കേട്ടതും കുട്ടനും കൂട്ടരും വീട്ടിലേക്ക് ഓടിപ്പോയി. പിന്നെ പുതുമഴയുടെ ചെറുമഴയുടെ കലപില മേളം. ആ ചെറുമഴ പിന്നീട് എങ്ങനെയായി? പെരുമഴയായി. മഴ പെയ്ത് മണ്ണ് നനഞ്ഞു കുളിർത്തു. ചെടികൾക്കും പൂക്കൾക്കും എല്ലാം സന്തോഷമായി. കുട്ടനും കൂട്ടരും മഴയ്ക്കൊപ്പം കൂടി പാട്ടുപാടി അങ്ങനെ തുള്ളിക്കളിച്ചു അല്ലേ. ഇതാണ് നമ്മുടെ പാട്ടിലും പറഞ്ഞിട്ടുള്ളത്. മഴ പെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക? എൻ്റെ പരിസര പുസ്തകത്തിൽ എഴുതൂ. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും മഴ പെയ്തു കഴിഞ്ഞാൽ? മണ്ണ് നനഞ്ഞു കുളിർത്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മണ്ണ് നനയുന്നു. മണ്ണ് നനയുന്നതോടുകൂടി തന്നെ കുറേ മണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ അത് ചാലായിട്ട് അങ്ങനെ ഒഴുകാൻ തുടങ്ങും അല്ലേ. നീർച്ചാലുകൾ ഉണ്ടാകുന്നു. ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു അല്ലേ. കിണറിലും കുളത്തിലും പുഴയിലും എല്ലാ ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരും. ചെടികൾക്ക് പുതുനാമ്പുകൾ ഉണ്ടാകുന്നു. അതായത് ചെടികൾ തളിർക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പരിസരവും നമുക്കെല്ലാവർക്കും നല്ല തണുപ്പും കിട്ടുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകും. നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? ഇല്ലല്ലേ. മഴ എല്ലാ കാലത്തും ലഭിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാലമുണ്ട് അല്ലേ. അത് ഏത് കാലമാണ്? വേനൽക്കാലം അല്ലേ. വേനൽക്കാലത്ത് നമ്മൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അപ്പം പെയ്യുന്ന മഴയ്ക്കാണ് നമ്മൾ പുതുമഴ എന്ന് പറയുക അല്ലേ. അപ്പോൾ മഴ പെയ്യുന്ന കാലങ്ങൾ ഏതൊക്കെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം, സ്കൂൾ തുറക്കുന്ന കാലത്ത് മഴ ഉണ്ട് അല്ലേ. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ ഉണ്ടാവും. പിന്നെ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെ മഴ ഉണ്ടാകാറില്ല. ഒക്ടോബറിൽ കുറച്ച് അല്ലേ. ഒക്ടോബർ പകുതിക്ക് ശേഷം ഒക്ടോബർ, നവംബർ ആയിട്ട് കുറച്ച് മഴ പെയ്യും. അതായത് നമ്മുടെ നാട്ടിൽ കാലവർഷം, തുലാവർഷം എന്ന് 2 പേരുകളിലായിട്ട് 2 സമയത്ത് മഴ കിട്ടാറുണ്ട്. കാലവർഷമാണ് ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്നത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ തുലാവർഷവും ഉണ്ടാകുന്നു. കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ. തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻ കുറവ്.
മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത്? മഴ അളക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? മഴ അളക്കാൻ കഴിയുമോ? കഴിയും. നമുക്കും മഴ അളക്കാൻ കഴിയും. മഴ പെയ്യുമ്പോൾ നമ്മുടെ മുറ്റത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ വെള്ളം നിറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ വെള്ളം കിട്ടാൻ വേണ്ടി ഇറയത്തും പാത്രങ്ങൾ വെക്കാറുണ്ട് അല്ലേ? എന്നാൽ പെയ്ത മഴയുടെ അളവ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളിൽ മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം കാണാം. പെയ്ത മഴയുടെ അളവിന്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത്. ഈ വെള്ളം അളക്കാൻ സാധിക്കുമോ? മഴ അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ? മഴമാപിനി. മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണ് മഴമാപിനി. നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? ഇന്നലെ 2 സെന്റിമീറ്റർ മഴ പെയ്തു, കോഴിക്കോട് 5 സെന്റിമീറ്റർ മഴ പെയ്തു, കനത്ത മഴയായിരുന്നു. റെക്കോർഡ് മഴയാണ് പെരിന്തൽമണ്ണയിലുണ്ടായത്, 15 സെന്റിമീറ്റർ മഴ പെയ്തു. സെന്റിമീറ്ററിലാണ് ഈ മഴ പറയുന്നത് നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നത്, അതും കൃത്യമായിട്ട്. അത് എങ്ങനെയാണ്? അപ്പം നമുക്ക് മഴമാപിനി, മഴ അളക്കാനുള്ള ഉപകരണം ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ചില്ലുകുപ്പി, ഫണൽ. നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുന്ന ചെറിയ വട്ടമുള്ള കുപ്പിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി ഒരു ഫണൽ വെച്ചിട്ടാണ് ഒഴിക്കാറ്. അത് നിങ്ങൾ വീട്ടിൽ ചോദിച്ചാൽ നിങ്ങൾക്കത് കാണിച്ചു തരും. അതുപോലെ ഒരു സ്കെയില്. അത് നിർമ്മിക്കുന്ന വിധം: ചില്ലുകുപ്പിയിൽ ഒരു സ്കെയിൽ ചിത്രത്തിലതുപോലെ ചേർത്ത് ഉറപ്പിച്ച് വെക്കുക. ഒരു സ്കെയില് കുപ്പിമേൽ വെച്ച് നല്ല പശ വെച്ച് ഒട്ടിക്കുക. അല്ലെങ്കിൽ സ്കെയില് പോലെ വരച്ചിട്ട് സെന്റിമീറ്ററുകളൊക്കെ അടയാളപ്പെടുത്തിയത് കുപ്പിമേൽ ഒട്ടിക്കാം. ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വെക്കുക. കുപ്പി തുറസ്സായ സ്ഥലത്ത് ഉറപ്പിച്ച് വെക്കുക. നമ്മൾ കുപ്പി വെക്കുമ്പോൾ തുറസ്സായ സ്ഥലം വേണം. ഓടുമ്പുറത്തുനിന്നോ മരങ്ങളുടെ മുകളിൽ നിന്നോ എവിടെ നിന്നും വെള്ളം അതിലേക്ക് വീഴരുത്. മാനത്ത് നിന്നും പെയ്യുന്ന മഴ മാത്രമേ അതിൽ വീഴാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അത് ജന്തുക്കളൊന്നും തട്ടിമറിക്കാതെ നന്നായിട്ട് ഉറപ്പിച്ചു വെക്കണം. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക. എത്ര വരെ എത്തിയിട്ടുണ്ട് എന്ന് സ്കെയിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂട്ടുകാരും ഒന്നിച്ച് മഴമാപിനി നിർമ്മിച്ച് ഓരോ ദിവസത്തെയും മഴ അളന്ന് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. തീയതി, ലഭിച്ച മഴ. തീയതി തിങ്കൾ, ചൊവ്വ, ബുധൻ, അങ്ങനെ തീയതി ഇട്ട് കൊടുക്കുക, ഡേറ്റ് ഇട്ട് കൊടുക്കുക. അതിൽ ലഭിച്ച മഴ 2 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ, ഇങ്ങനെ മഴ പെയ്ത അളവും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മഴമാപിനി നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? നമ്മളൊരു ചില്ലുപാത്രം എടുക്കുക എന്ന് പറഞ്ഞില്ലേ? ഈ ചില്ല് പാത്രത്തിൻ്റെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ ഒരേ വട്ടമായിരിക്കണം. അല്ലാതെ കുറച്ച് വണ്ണം കൂടുതലും മുകളിലേക്ക് വണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുന്ന അങ്ങനത്തെ കുപ്പികളൊന്നും എടുക്കരുത്. ചിത്രത്തിലെ കുപ്പി നോക്കൂ. അടി മുതൽ മുകൾ വരെ ഒരേ വ്യാസം എന്നാണ് അതിന് പറയുക. വ്യാസം എന്ന് പറഞ്ഞാൽ ഒരേ വട്ടമായിരിക്കണം. അതേപോലെ തന്നെ ചോർപ്പിൻ്റെ വാവട്ടവും പാത്രത്തിൻ്റെ വാവട്ടവും തുല്യമായിരിക്കണം. ഈ ചോർപ്പ്, അതായത് ഈ ഫണല്, ഈ കുപ്പിയുടെ അതേ വാവട്ടമായിരിക്കണം. അതിനേക്കാൾ കൂടുതലാവാനോ കുറവാവാനോ പാടില്ല. അപ്പോൾ നമുക്കൊരു ചോർപ്പ്, ഒരു ഫണലുണ്ടെങ്കിൽ അതിനൊത്ത കുപ്പി നമ്മൾ സെലക്ട് ചെയ്യുക. ചോർപ്പിൻ്റെ അടിഭാഗം വെള്ളത്തിൽ തൊട്ടു നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. അപ്പം അത് താഴേക്കൊരു കൂർത്ത ഭാഗം കണ്ടില്ലേ? ആ ഭാഗം വെള്ളത്തിൽ തട്ടി നിൽക്കരുത്. മനസ്സിലായോ? പിന്നെ അപ്പോൾ എന്താണ് അങ്ങനെ തട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? കുറച്ച് ഉയരമുള്ള ഒരു കുപ്പി എടുക്കണം. മഴമാപിനിയിൽ നേരിട്ട് മഴവെള്ളം വീഴുന്ന തരത്തിൽ വേണം മഴമാപിനി സ്ഥാപിക്കാൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തുമല്ലോ. അതിനുശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏതു ദിവസമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഏറ്റവും കുറവ് മഴ ലഭിച്ചതോ? അതും കണ്ടുപിടിക്കാം. തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടോ? അതും നമുക്ക് കണ്ടെത്താൻ കഴിയും. എനിക്കും ഒരു മഴമാപിനി വീട്ടിൽ തയ്യാറാക്കൂ. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പുസ്തകത്തിൽ എഴുതി അവതരിപ്പിക്കൂ.
നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? നിങ്ങളും ഇതുപോലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഇന്നതാണ്, ഏറ്റവും കുറവ് മഴ ലഭിച്ച ദിവസം ഈ ദിവസമാണ്, ഒട്ടും മഴ കിട്ടാത്ത ദിവസം ഇന്ന ദിവസമാണ്, അങ്ങനെയൊക്കെയുള്ള കണ്ടെത്തലുകൾ നിങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.